അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം 7ാം ക്ലാസ് മദ്രസയിലെ ഉലൂമുദ്ദീൻ കിതാബിലെ മോഡൽ ചോദ്യങ്ങളാണ്. തീർച്ചയായും ഇത് കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു ഖൈർ നൽകട്ടെ. ഒന്നാമത്തേത്, ശരി അടയാളപ്പെടുത്തുക. ലോകത്തെ പ്രബല മതം ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം. ഉത്തരം, ലോകത്തെ പ്രബല മതം അതേത്? ഇസ്ലാം മതമാണ്. രണ്ടാമത്തേത്, ലോകത്ത് അറബി രാഷ്ട്രങ്ങൾ 22, 32, 23. ഉത്തരം 22. ലോകത്ത് അറബി രാഷ്ട്രങ്ങൾ 22 ആണ്. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വെച്ച് തൗറാത്ത് വായിച്ച സ്വഹാബി? അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. ചൈനയിൽ മുസ്ലിങ്ങളുടെ എണ്ണം 30 മില്യൺ. ചൈനയിൽ മുസ്ലിംകളുടെ എണ്ണം 30 മില്യൺ. ഇനി അഞ്ചാമത്തത്, ഏറ്റവും കൂടുതൽ മുസ്ലിംകളുള്ള രാജ്യം? സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ. ഏറ്റവും കൂടുതൽ മുസ്ലിംകളുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 6. മലബാർ സമരം നടന്ന വർഷം? 1931, 1921, 1941. ഉത്തരം 1921 മലബാർ സമരം നടന്ന വർഷം. ഇനി ഏഴാമത്തത്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട രാജ്യം? തുർക്കമാനിസ്ഥാൻ, തുർക്കി, ജപ്പാൻ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട രാജ്യം തുർക്കി. ഇന്ത്യയിലെ പ്രമുഖ മതവിഭാഗങ്ങൾ? മുസ്ലിങ്ങളും ക്രിസ്ത്യരും, മുസ്ലിങ്ങളും ഹിന്ദുക്കളും, മുസ്ലിങ്ങളും ബുദ്ധരും. ഉത്തരം മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ. 9. ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറതുഹു. ഈ ബൈത്ത് രചിച്ച മഹാൻ? ഇമാം റിഫായി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. ഉത്തരം ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷം സേവനം ചെയ്ത സ്വഹാബി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷം സേവനം ചെയ്ത സ്വഹാബി? ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു. ഉത്തരം അനസ് റളിയല്ലാഹു അൻഹു. 11. അഷ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം? ഹിജ്റ 577, 578, 588. ഉത്തരം ഏതായിരിക്കും? അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു വഫാത്തായത് 578. ഇനി 12ാമത്തത്, ഉസ്മാനികളുടെ ഭരണം അവസാനിച്ച വർഷം? ഉസ്മാനികളുടെ ഭരണം അവസാനിച്ച വർഷം? ഹിജ്റ 1342, 1343, 1344. ഉത്തരം 1342 ഉസ്മാനികളുടെ ഭരണം അവസാനിച്ചത്. ഇനി 13. ഖുലാസത്തുൽ ഹിസാബിൻ്റെ രചിതാവ്? ഖുലാസത്തുൽ ഹിസാബിൻ്റെ മുസന്നിഫ്, ആ കിതാബ് രചിച്ചതാരി? ഹൈതമി ആമുലി ഖഫാജി. ഉത്തരം ആമുലി. 14. ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം ഭരണകൂട്ടം? ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം ഭരണകൂട്ടം അറക്കൽ അക്ബർ അലി രാജ,
അറക്കൽ അലി രാജ, ചേരമാൻ പെരുമാൾ. ഉത്തരം അറക്കൽ അലി രാജ. 15. ഹൈദർ അലിയുടെ മകൻ. ഹൈദർ അലിയുടെ മകൻ ടിപ്പു സുൽത്താൻ, സുൽത്താൻ ഷാഹ് കുത്തുബുദ്ദീൻ ഐബക്ക്. ഉത്തരം ടിപ്പു സുൽത്താൻ. 16. ഇഞ്ചിയുടെ അറബി. ഇഞ്ചിയുടെ അറബി സഞ്ചബീൽ, സഞ്ചബീൽ, മഞ്ചബീൽ. ഉത്തരം സഞ്ചബീൽ, സഞ്ചബീൽ. ഇനി 17. 2022 GDP എത്ര? 17ാമത്തെ ക്വസ്റ്റ്യൻ. 2020 GDP എത്ര ശതമാനം? 8%, 7%, 25%. 2022 എത്ര? 7%. ഇനി 18. ഒനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി. ഇത് പറഞ്ഞതാരി? കുറ്റവാളികൾക്ക് അള്ളാഹുവിൻ്റെ പ്രകാശം ലഭിക്കുകയില്ല. ഇത് പറഞ്ഞതാരി? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം വക്കീ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇത് ഇമാം വക്കീ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. ഷാഫി ഇമാമിനോടാണ് പറഞ്ഞത് അല്ലേ. ഇനി 19. ഷക്കൗതു ഇലാ വക്കീഇൻ സൂഹ ഇഫ്ലി. എൻ്റെ ഹിഫ്ള് മോശമാണെന്ന് ആവലാതി പറഞ്ഞു. ഇതാര് പറഞ്ഞു? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം വക്കീ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു. ഉത്തരം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദാണ് വക്കീ. വക്കീ എന്നവരോട് പോയിട്ടാണ് പറഞ്ഞത്, അവരോടാണ് പറഞ്ഞത് അല്ലേ. ഇനി 20. സമസ്തയുടെ പ്രഥമ പ്രസിഡന്റ് ആര്? സമസ്തയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? വരക്കൽ മുല്ലക്കോയ തങ്ങൾ, മമ്പുരം തങ്ങൾ, ഉള്ളാളത്തങ്ങൾ. ഉത്തരം വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ഇനി 2. ചേരുംപടി ചേർക്കുക. കറുത്ത അധ്യായം എന്താണ്? പാശ്ചാത്യരുടെ അധിനിവേശം. അല്ലേ, കറുത്ത അധ്യായം പാശ്ചാത്യരുടെ അധിനിവേശം. ഇനി ബിഹാർ. ബിഹാറിൽ എത്ര ശതമാനം മുസ്ലിംകളുണ്ട്? 17% മുസ്ലിങ്ങളാണ് ബിഹാറിലുള്ളത്. കേരളം 1 കോടി. കേരളം 1 കോടി. കർണാടകയിൽ 90 ലക്ഷം. തമിഴ്നാട് 50 ലക്ഷം. തമിഴ്നാട് 50 ലക്ഷം. ജമ്മു കശ്മീർ 69% മുസ്ലിങ്ങൾ ജമ്മു കശ്മീരിൽ. ആസാമിൽ 35% മുസ്ലിങ്ങൾ. അമേരിക്കയിൽ 4.5 മില്യൺ. അമേരിക്കയിൽ 4.5 മില്യൺ. റഷ്യ 25 മില്യൺ. ഫ്രാൻസ് 6 മില്യൺ. ഫ്രാൻസ് 6 മില്യൺ. ഇനി 2. അതിൽ തന്നെ അദ്ദിക്ർ. ദിക്ർ ചെല്ലെങ്കിൽ എന്നിട്ട് ഇസ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ പേരാണ്. അദ്ദിക്ർ ഖുർആനിൻ്റെ പേരാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പ്രമുഖ സൂഫി വര്യൻ. പ്രമുഖ സൂഫി വര്യൻ. ഖാദി മുഹമ്മദ് പ്രമുഖ പണ്ഡിതൻ. ഖാദി മുഹമ്മദ് പ്രമുഖ പണ്ഡിതൻ. ഇനി കുതുബുസ്സമാൻ പ്രമുഖ സയ്യിദ്. കുതുബുസ്സമാൻ പ്രമുഖ സയ്യിദ്. അർഷിനെ വഹിക്കുന്നവർ ഹമലത്തുൽ അർഷ്. കാരുണ്യം ചെയ്യുന്നവർ മലായികത്തുർ റഹ്മ. ഉന്നത മതപഠനം ശരീഅത്ത് കോളേജുകൾ. ഉന്നത മതപഠനം ശരീഅത്ത് കോളേജുകൾ. മത്റൂദുൻ ആട്ടിയോടിക്കപ്പെട്ടവർ. മത്റൂദുൻ. അത്ഷാൻ ദാഹിച്ചവൻ. ജവാൻ വിശന്നവൻ.
ജവാൻ വിശന്നവൻ. ഇനി പൂരിപ്പിക്കുക. ഇർഹമു മംഫിൽ അർളി ഡാഷ് ഇർഹമു മംഫിൽ അർളി യർഹമുക്കും മംഫിസ് സമാ. 42 അഷ്ശൈഖ് അഹ്മദ് റിഫായി റളിയല്ലാഹു അൻഹു മിൻ ഡാഷ് അൽ മഷ്ഹൂരീൻ. അഷ്ശൈഖ് അഹ്മദ് റിഫായി റളിയല്ലാഹു അൻഹു മിനൽ അഖ്താബിൽ അർബഅത്തിൽ മഷ്ഹൂരീൻ. ഡാഷ് ഇത് 43 ഡാഷിൽ ഉന്നത നടത്താനും അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ട്. പ്രപഞ്ചത്ത് എന്തും നടത്താനും അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ട്. പ്രപഞ്ചത്തിൽ അല്ലാഹു തആലയ്ക്ക് എന്തും നടത്താൻ കഴിവുണ്ട്. ഇനി 44 കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിദ്ദുന്യ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹദൻ നാസി ഫിദ്ദുന്യ. 45 വമൻ യബിഅ ഡാഷ് മിൻഹു ബിആജിലിഹി വമൻ യബിഅ ആജിലൻ മിൻഹു ബിആജിലിഹി. 46 ടിപ്പു സുൽത്താൻ മൈസൂർ രാജ്യം ഭരിച്ചിരുന്ന സുൽത്താൻ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു. 47 ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും. ഇനി 48 വനൂറുല്ലാഹി ഡാഷ് ലി ആസി വനൂറുല്ലാഹി ലാ യുഹ്ദാ ലി ആസി. 49 കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ് അന്നാസ് അസ്ഹദന്നാസ്. കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹദന്നാസ്. 50 പാശ്ചാത്യരുടെ അധിനിവേശം ഡാഷ് കറുത്ത അധ്യായമാണ്. ഇന്ത്യ ചരിത്രത്തിൽ കറുത്ത അധ്യായമാണ്. പാശ്ചാത്യരുടെ അധിനിവേശം ഇന്ത്യ ചരിത്രത്തിൽ കറുത്ത അധ്യായമാണ്. ഇനി ഒരു വാചകത്തിൽ ഉത്തരമെഴുതുക. 51 മലബാർ സമരത്തെ ബ്രിട്ടീഷുകാർ അപഹസിച്ചു എന്ത് പേരിൽ? മാപ്പിള ലഹള. 52 ഷീസ് നബിക്ക് എത്ര ഏടുകൾ? 50. 53 ഫലസ്തീനിൽ മുസ്ലിങ്ങൾ ആരുടെ പീഡനമാണ് ഏൽക്കുന്നത്? ഇസ്രായേലിയർ അല്ലേ? ഫലസ്തീനിൽ മുസ്ലിങ്ങൾ ആരുടെ പീഡനമാണ് ഏൽക്കുന്നത്? ഇസ്രായേലിൻ്റെ. ചൈനക്കാർ ഏത് മുസ്ലിങ്ങളെയാണ് പീഡിപ്പിക്കുന്നത്? ഉയ്ഗൂർ. അവസാന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. അന്ത്യനാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. മുസ്ലിം ഭൂരിപക്ഷമുള്ള എത്ര രാജ്യങ്ങൾ ലോകത്തുണ്ട്? മുസ്ലിം ഭൂരിപക്ഷമുള്ള എത്ര രാജ്യങ്ങൾ ലോകത്തുണ്ട്? 50ഓളം. മലബാർ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ? ഷൗക്കത്ത് അലി. ബ്രിട്ടീഷ് അധിനിവേശത്തിൽ ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിച്ചതാര്? മുസ്ലിംകൾ. ഇനി ഉത്തരമെഴുതുക. 61 മലബാർ സമരത്തിന് നേതൃത്വം നൽകിയ പ്രമുഖരിൽ 6 പേര് ആരെല്ലാം? മലബാർ സമരത്തിന് നേതൃത്വം ഓർമ്മ വെച്ചോളി. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്, മൗലാന മുഹമ്മദ് അലി, അബുൽ കലാം ആസാദ്. 66 ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ 6 എഴുതുക. വിവേചനം, സാംസ്കാരിക അധിനിവേശം, വിഭാഗീയത, വഹാബിസം, മതനിരാസം, വർഗീയത. ഇനി ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ മറികടക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം? അത് ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ ബോധവുമാണ്. ശരിയായ വിദ്യാഭ്യാസവും
ആത്മീയ ബോധവുമാണ്. ഇനി 64 യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അർത്ഥമെഴുതുക അല്ലേ. യർഫഇല്ലാഹു ഡാഷ് ദറജാത്ത് അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അങ്ങനെ കംപ്ലീറ്റ് ആക്കുക. പിന്നെന്ത് അതിൻ്റെ അർത്ഥം എന്ത്? നിങ്ങൾ സത്യവിശ്വാസികളെയും അറിവുള്ളവരെയും അല്ലാഹു തആല ഉന്നതങ്ങളിലേക്ക് ഉയർത്തും. 65 ഇന്നാ നഹ്നു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിൻ്റെ അർത്ഥം നിശ്ചയം ഈ ഖുർആനിനെ അവതരിപ്പിച്ചത് നാമാണ്, നിശ്ചയം നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. 5 വരിയിൽ കുറയാത്ത എഴുതുക. അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണവർ. അവർക്ക് നായയുടെയും പന്നിയുടെയും അല്ലാത്ത വ്യത്യസ്ത രൂപങ്ങൾ പ്രാപിക്കാൻ സാധിക്കും. അവർക്ക് 2 3 അതിലധികമോ ചിറകുകളുണ്ടാകും. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് തീറ്റയോ കുടിയോ ഉറക്കമോ ക്ഷീണമോ വിശപ്പോ ദാഹമോ ഇല്ല. അള്ളാഹു കൽപ്പിച്ചതെന്തും അവർ ചെയ്യും. അള്ളാഹു തആലയുടെ കൽപ്പനയ്ക്കെതിരായി അവരിൽ നിന്ന് ഒന്നും ഉണ്ടാവുകയില്ല. അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയൂ. പൊതുവെ ആകാശമാണ് അവരുടെ വാസസ്ഥലം. ചിലർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. 66 മലബാർ സമരം. 67 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിരവധി സമരങ്ങൾ നടക്കുകയുണ്ടായി. അവയിൽ പ്രധാനപ്പെട്ടതാണ് മലബാർ സമരം. മാപ്പിള ലഹള എന്ന മുദ്രകുത്തി ബ്രിട്ടീഷുകാർ അതിനെ അപഹസിച്ചു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും നേതൃത്വം നൽകിയ സമരമായിരുന്നു അത്. ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് നടന്നത്. ഇനി 68 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിനയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വിനയമുള്ളവരായിരുന്നു. സ്വന്തം ചെറുപ്പുകൾ നന്നാക്കുകയും സ്വന്തം സാധനങ്ങൾ സ്വയം വഹിക്കുകയും സ്വന്തം ആടുകളെ പാല് കറക്കുകയും ബന്ധമുറിച്ചവരെ ബന്ധം പുലർത്തും. തന്നിൽ നിന്ന് അകറ്റിയവർക്ക് കൊടുക്കും. തന്നോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കും. തന്നെ കൊല്ലാൻ വാള് ഊരിപ്പിടിച്ചവരോട് പോലും ക്ഷമിക്കുകയും തൻ്റെ കൂട്ടുകാളുമായി കൂടി ആലോചിക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയത്തിൻ്റെ ഉദാഹരണങ്ങൾ. ഇനി 69 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1921 കേരളത്തിൽ ബ്രിട്ടീഷ് പ്രത്യക്ഷപ്പെട്ട വഹാബി മൂവ്മെൻറ്റ്. അപ്പോൾ 1921 കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട വഹാബി മൂവ്മെൻറ്റിൻ്റെ കേരള മുസ്ലിങ്ങളുടെ ഐക്യം തകർത്തു. അവർ എന്താക്കി? കേരളത്തിലുള്ള മുസ്ലിങ്ങളെ ഐക്യം തകർത്ത് മുസ്ലിങ്ങളെ കാഫിറുകളും മുശ്രിക്കുകളുമായി ചിത്രീകരിച്ചു. വഹാബികൾ മഹാന്മാരെ അധിക്ഷേപിക്കുകയും മുസ്ലിങ്ങളുടെ ധാർമ്മിക ബോധം ബലഹീനമാക്കുകയും ചെയ്തു. ഇതിനെ പ്രതിരോധിക്കാൻ പണ്ഡിതന്മാർ മുന്നോട്ട് വരികയും തത്ഫലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിക്കുകയും ചെയ്തു. ഇനി അറബി മലയാള സാഹിത്യം. മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക രേഖയാണ് അറബി ഭാഷയ്ക്ക് കേരള മുസ്ലിങ്ങൾ നൽകിയ സംഭാവനകളും അറബി മലയാള സാഹിത്യവും. മലയാള ഭാഷയ്ക്ക് വ്യവസ്ഥാപിത ലിപി ഇല്ലാത്ത കാലത്ത് മതപഠനം സുഗമമാകാൻ അറബി ലിപിയിൽ മലയാളം എഴുതുന്ന സമ്പ്രദായം മുസ്ലിങ്ങൾ നടപ്പാക്കി. മതഗ്രന്ഥങ്ങളിൽ പുറമെ കവിത, കഥ, നോവൽ, ചരിത്രം തുടങ്ങിയ എല്ലാ മേഖലകളിലും
കൃതികളുണ്ടായി. അറബി മലയാളത്തിൽ പഴയ കൃതിയാണ് മുഹിയുദ്ദീൻ മാല.